വെൽക്കം ഓൾ. സഹകാരിയുടെ പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് റൈറ്റിംഗ് വിഭാഗത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, കോമൺലി യൂസ്ഡ് ടൈപ്പ് ഹെഡ്സ് ആർ. ടൈപ്പ് ഹെഡ്സ് ഏതൊക്കെ ടൈപ്പ് ഹെഡ്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? നോക്കിക്കേ, നമുക്കിത് PSC ഇപ്പൊ തന്നിരിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗിൽ നമുക്ക് 10ന് 10 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കറക്റ്റ് ആ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതെന്താണ്, അവർ കുറച്ചുകൂടി നമുക്ക് ടൈറ്റ് ആക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലെ ഉള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അത് മാത്രമാണ് അതിനകത്ത് കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുള്ളത്, കടുപ്പിച്ചിട്ടുള്ളത്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം അറിയണം എങ്കിൽ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊറ്റ പ്രശ്നം മാത്രമേ ഈ ടൈപ്പിംഗ് വിഭാഗത്തിൽ നമുക്ക് വരുന്നുള്ളൂ. കാരണം അതിനകത്ത് വേറെ അപ്ഡേഷൻസ് ഒന്നും വരാനില്ല. പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അത് മാത്രം പഠിച്ചാൽ മതിയാകും. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കി, കോമൺലി യൂസ്ഡ് ടൈപ്പ് ഹെഡ്സ് ആർ. ടൈപ്പ് ഹെഡ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഹെഡ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മീൻസ് 1 പിക്ക, 2 പോളിസി, 3 ഡ്രാഫ്റ്റ്, 4 എലൈറ്റ്. ഇതിൽ ഏതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഹെഡ്സ് എന്നാണ്. ദെൻ ഓപ്ഷൻസ് നോക്കി, ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 3 and 4 ആൻഡ് ഓപ്ഷൻ ഡി 1 and 4. ഇതിൽ ഏത് ഹെഡ് ആയിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്? നമ്മൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഏതൊക്കെയാണ്? നമ്മൾ പിക്ക ആൻഡ് എലൈറ്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഹെഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? ഓപ്ഷൻ ഡി 1 and 4. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്സ് ഓഫ് ദി റോക്കർ മെക്കാനിസം. അതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. നോക്കി, ലൂസ് ഡോഗ് ആൻഡ് എസ്കേപ്മെന്റ് വീൽ റോക്കർ മെക്കാനിസത്തിൽ വരുന്നതാണോ? റോക്കർ മെക്കാനിസത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന പാർട്ടാണോ ലൂസ് ഡോഗ് ആൻഡ് എസ്കേപ്മെന്റ് വീൽ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, റിജിഡ് ആൻഡ് പിനിയൻ വീൽ. റിജിഡ് ഡോഗും പിനിയൻ വീലും ആണോ എസ്കേപ്മെന്റ് മെക്കാനിസത്തിൽ വരുന്നത്? ദെൻ ലാസ്റ്റ് വൺ ലൂസ് ഡോഗ് ആൻഡ് മെയിൻ സ്പ്രിംഗ്. മെയിൻ സ്പ്രിംഗ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് റോക്കർ മെക്കാനിസത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഓപ്ഷൻസ് നോക്കിയടാ, A 1 only, B 2 only, C 1 and 2, D 1 and 3. ഇതിൽ ഏതൊക്കെ നമ്മുടെ റോക്കർ മെക്കാനിസത്തിന് ഏതൊക്കെ വരും? ലൂസ് ഡോഗ് വരും, റിജിഡ് ഡോഗ് വരും, ദെൻ എസ്കേപ്മെന്റ് വീലും പിനിയൻ വീലും. അപ്പൊ ഈ 1ഉം 2ഉം വരുന്ന നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 1 and 2 only. 1 and 2 only is our answer. അപ്പൊ നോക്കുക, റോക്കർ മെക്കാനിസത്തിനകത്ത് വരുന്ന 4 പാർട്ട് ഏതൊക്കെ എന്ന് തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കാണുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആയി തോന്നുമെങ്കിൽ എന്താണിത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഹെഡുകൾ ഏതൊക്കെയാണെന്ന് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീസൺസ് ഫോർ സ്ലഗ്ഗിഷ് മൂവ്മെന്റ് ഓഫ് ദി കാരേജ്. കാരേജിന്റെ സ്ലഗ്ഗിഷ് മൂവ്മെന്റിന് അല്ലെ, കാരേജിന്റെ സ്ലഗ്ഗിഷ് മൂവ്മെന്റിന് കാരണമാകുന്ന റീസൺസ് എന്തൊക്കെയാണ്? നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോ ടെൻഷൻ ഓഫ് ദി മെയിൻ സ്പ്രിംഗ്. മെയിൻ സ്പ്രിംഗിന്റെ ടെൻഷൻ കുറയുന്നു. 2, ഹൈ ടെൻഷൻ ഓഫ് ദി മെയിൻ സ്പ്രിംഗ്. ഹൈ ടെൻഷൻ കൂടുന്നു. ദെൻ വോൺ ഔട്ട് ഓഫ് ദി ടീത്ത് ഓഫ് എസ്കേപ്മെന്റ് വീൽ. എസ്കേപ്മെന്റ് വീലിന്റെ എന്താണ്, ടീത്ത് വോൺ ഔട്ട് ആകുന്നു. ഇതിൽ ഉത്തരം ഏതാണ്? നോക്കി, ഓപ്ഷൻ 1 only, ഓപ്ഷൻ 2 only, ഓപ്ഷൻ സിയിൽ എന്താ 1 and 2 only ആൻഡ് ഓപ്ഷൻ ഡി 3 only. ഇതിൽ ഏതാണ് സ്ലഗ്ഗിഷ് മൂവ്മെന്റിന് കാരണം? ഏതാണ് സ്ലഗ്ഗിഷ് മൂവ്മെന്റിന് ഏതാണ് കാരണം? നമ്മുടെ എന്ത് ചെയ്യാ, ടൈപ്പ് റൈറ്ററിന്റെ ടെൻഷൻ കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്ലഗ്ഗിഷ് മൂവ്മെന്റ് ഉണ്ടാകുന്നത് അല്ലെ? ലോ ടെൻഷൻ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സ്ലഗ്ഗിഷ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. സോ അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? 1 ആണ്. അപ്പൊ എ only is our answer. എ only is our answer. അത് ക്ലിയർ ആണ്? അപ്പൊ ഹൈ ടെൻഷൻ ആണെങ്കിലോ വരുമ്പോ എന്ത് വരും? ജർക്കി മൂവ്മെന്റ് വരും. ക്ലിയർ ആണത്? ലോ ടെൻഷൻ വന്നാൽ സ്ലഗ്ഗിഷ് മൂവ്മെന്റ്, ഹൈ ടെൻഷൻ വരുമ്പോൾ അത് ജർക്കി മൂവ്മെന്റ് ആയിട്ട് മാറുന്നു. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement are correct about feed roles? ഫീഡ് റോളിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. നോക്കിയേ, ഫീഡ് റോൾസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന്റെ ടോപ്പിലാണ് ഫീഡ് റോൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ദെൻ ഫീഡ് റോൾസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ബോട്ടം ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ ബോട്ടം ആണ് ഫീഡ് റോൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. There are 2 set of feed rolls. 2 സെറ്റ് ഫീഡ് റോൾസ് ഉണ്ട്. ഓപ്ഷൻസ് നോക്കിയേ, only 1 is correct. എന്താണ്? ടോപ്പിൽ മാത്രമാണ് നിൽക്കുന്നത്. ദെൻ ഓപ്ഷൻ ബി എന്താണ്? സിറ്റുവേറ്റഡ് ബോട്ടം ഓഫ് ദ സിലിണ്ടർ. 2 is only correct എന്ന് കൊടുത്തിരിക്കുന്നു. ദെൻ ഓപ്ഷൻ സി എന്താ? 1 and 2. ഓപ്ഷൻ ഡി 3 and 4. നമ്മുടെ ആൻസർ ഏതാടാ? അതായത് ഫീൽഡ് റോൾ എവിടെയാ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്?
നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി ഈസ് അവർ ആൻസർ. എന്തുകൊണ്ടാ? ഫീൽഡ് റോള് സിറ്റുവേറ്റഡ് ഓൺ ദി ബോട്ടം ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ ബോട്ടം അല്ലെ സിലിണ്ടറിന്റെ താഴെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് എത്ര ഫീഡ് റോൾ ഉണ്ട്? 2 ഫീഡ് റോൾസ് ഉണ്ട്. ക്ലിയർ ആണ്. നമുക്ക് 2 ഫീഡ് റോൾസ് ഉണ്ട്. മാത്രമല്ല സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബോട്ടം ഓഫ് ദി സിലിണ്ടർ ആണ്. ബോട്ടം ഫീഡ് റോൾസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദി ബോട്ടം ഓഫ് ദി സിലിണ്ടർ. അപ്പൊ ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം ഏതായിട്ട് വരും? ഓപ്ഷൻ ഡി 2 and 3 സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ക്ലിയർ ആണ്. ഓർക്കുക, ഫീൽഡ് റോൾസ് എവിടെ നിൽക്കുന്നു? സിലിണ്ടറിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു അല്ലെ, ബോട്ടം ഭാഗത്ത് കാണപ്പെടുന്നു. ദെൻ എത്ര സെറ്റ് നമുക്ക് ഫീഡ് റോൾസ് ഉണ്ട്? 2 സെറ്റ് ഫീഡ് റോൾസ് ഉണ്ട്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type bar is connected to segment by means of? ടൈപ്പ് ബാർ എങ്ങനെയാണ് സെഗ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ടൈപ്പ് ബാർ എങ്ങനെയാണ് സെഗ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ കീലിവർ, ഓപ്ഷൻ ബി ഫൾക്രം വയർ, ഓപ്ഷൻ ഡി ഡ്രോപ്പ് കാർഡ് ആൻഡ് ഓപ്ഷൻ ഡി ബഫർ സ്പ്രിംഗ്. ഇത് ഏതായിരിക്കും നമ്മുടെ ഉത്തരം? ടൈപ്പ് ബാർസ് എന്ത് വെച്ചാ കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ബി ഫൾക്രം വയർ. ഫൾക്രം വയർ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈപ്പ് ബാർ സെഗ്മെന്റുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫൾക്രം വയർ വെച്ചിട്ടാണ് ടൈപ്പ് ബാർ സെഗ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ ആണോ? ഇത് ഫൾക്രം വയർ ആണ് അല്ലെ. സെഗ്മെന്റുമായിട്ട് ടൈപ്പ് ബാർ. ഓർക്കുക, ടൈപ്പ് ബാർ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നു? സെഗ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അത് എന്ത് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നു? ഫൾക്രം വയർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് ടൈപ്പ് റൈറ്റേഴ്സ്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൈപ്പ് റൈറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ബ്രീഫ് ആൻഡ് പോർട്ടബിൾ, ദെൻ ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ആൻഡ് ഫുൾ സ്കേപ്പ്, ഓപ്ഷൻ സി പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ്, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് ആൻഡ് ബ്രീഫ്. ഇതിൽ ഏതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് മീൻസ് കോമൺ ആയിട്ടല്ലേ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 ടൈപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ആയിരിക്കും ഇടാം? ഒന്ന് എന്തായിരിക്കും? നമുക്ക് ഒരിടത്ത് വെച്ച് ഉപയോഗിക്കുന്ന സാധാരണ നോർമൽ ടൈപ്പ് റൈറ്റർ. 2 നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ക്യാമ്പ് പർപ്പസിന് വേണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്ന ടൈപ്പ് റൈറ്റർ. അപ്പൊ ഏതൊക്കെ ആയിരിക്കും ഉത്തരം നമ്മുടെ വരുന്നത്? പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഒന്ന് സ്റ്റാൻഡേർഡ് നമുക്ക് ഒരിടത്ത് വെച്ച് ടൈപ്പ് റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, 2 ക്യാമ്പ് പർപ്പസിനായിട്ട് കൊണ്ടുപോയി ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ടൈപ്പ് റൈറ്റേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പോർട്ടബിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെമി ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ കൺക്ലൂഡഡ് ബൈ. ഇത് സ്ഥിരമായി PSC എല്ലാ ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ എക്സാംസിനും അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റോ കമ്പ്യൂട്ടർ അസിസ്റ്റന്റോ ഏതുമാകട്ടെ, ടൈപ്പിസ്റ്റ് എക്സാമുകൾ, ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാം എടുത്താലും PSC നമുക്ക് വീണ്ടും എന്ത് ചെയ്തു? റെപ്പറ്റീഷനോടുകൂടി ചോദിക്കുന്നതാണ് കോംപ്ലിമെന്ററി ക്ലോസ്. അതും പ്രധാനമായിട്ട് ഏതിന്റെ ആയിരിക്കും എപ്പോഴും ചോദിക്കാറ്? ഡെമി ഒഫീഷ്യൽ ലെറ്ററിന്റെ അല്ലേ. കാര്യം എന്താ? അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. നോക്കൂ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ട്രൂലി, 3 തന്നിട്ടുണ്ട്. 3 നമ്മൾ എന്താണ്? 3 ടൈപ്പ് ബിസിനസ് ലെറ്റേഴ്സ് മീൻസ് ഉപയോഗിക്കുന്നതാണ്. സോ അപ്പൊ നമ്മുടെ ഉത്തരം നോക്കിയേ. ഓപ്ഷൻ എ 1 only is correct, ഓപ്ഷൻ ബി 2 only is correct, ഓപ്ഷൻ സി 1 and 2 only are correct, and ഓപ്ഷൻ ഡി 2 and 3 are correct. നമ്മൾ ഏതായിരിക്കും ഡെമി ഒഫീഷ്യൽ ലെറ്ററിന് യൂസ് ചെയ്യുന്നത്? ഏതാണ് ഡെമി ഒഫീഷ്യൽ ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതാണ്? ബി ആണ്. മീൻസ് യുവേഴ്സ് സിൻസിയർലി ആണ് അല്ലെ. യുവേഴ്സ് സിൻസിയർലി ആണ് നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്ററിനെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് യുവേഴ്സ് സിൻസിയർലി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഏത് വരും? ഓപ്ഷൻ എ. കണ്ടേ, ബി 2 only. Only 2 is our correct answer. ക്ലിയർ ആണ്? ഡെമി ഒഫീഷ്യൽ, യുവേഴ്സ് സിൻസിയർലി, എപ്പോഴും അത് പഠിച്ചു വയ്ക്കുക. ഡെമി ഒഫീഷ്യലിനാണ് നമ്മൾ സിൻസിയർലി ഉപയോഗിക്കുന്നത്. ഒഫീഷ്യൽ ലെറ്ററിനാണ് നമ്മൾ എന്ത് ഫെയ്ത്ത്ഫുള്ളി യൂസ് ചെയ്യുന്നത്. ട്രൂലി ആവുമ്പോഴോ ബിസിനസ് ലെറ്റേഴ്സിനൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ട്രൂലി അല്ലെങ്കിൽ ട്രൂലി നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമൺ ആണ്, ഫെയ്ത്ത്ഫുള്ളി യൂസ് ചെയ്യാറുണ്ട്. നോക്കാം, നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ വരുമ്പോൾ എന്ത് വരുള്ളൂ? സിൻസിയർലി മാത്രമേ വരത്തുള്ളൂ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, റിബൺ കാരിയർ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. റിബൺ കാരിയേഴ്സ് എങ്ങനെ മൂവ് ചെയ്യുന്നു? അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ ശരി അല്ലെങ്കിൽ ശരി, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ശരി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തേതാണ് എന്തെന്ന്? മൂവ് അപ്പ് ആൻഡ് ഡൗൺ. ദെൻ റിബൺ കാരിയേഴ്സ് ഈസ് ഫിറ്റഡ് ബിഹൈൻഡ് ദ ടൈപ്പ് ഗൈഡ്. ടൈപ്പ് ഗൈഡിന്റെ പിന്നിലായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്?
റിബൺ കാരിയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് വൈസ് മൂവ്മെന്റ് ഓഫ് റിബൺ ഈസ് കൺട്രോൾഡ് ബൈ റിബൺ കാരിയർ. ലെങ്ത് വൈസ് മൂവ്മെന്റ് അല്ലേ, ലെങ്ത് വൈസ് മൂവ്മെന്റും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും നമ്മൾ റിബൺ മൂവ്മെന്റ് പഠിക്കുന്നതാണ്. ലെങ്ത് വൈസ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നു? റിബൺ കാരിയർ ആണെന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ only 1 ഈസ് കറക്റ്റ്. എന്താണ്? കാരിയർ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. ദെൻ 2 ഈസ് കറക്റ്റ്. എന്താണ്? ബിഹൈൻഡ് ദ ടൈപ്പ് ഗൈഡ്. ദെൻ 3 1 and 2 ആർ കറക്റ്റ്. ദെൻ ഡി 1 and 3 ആർ കറക്റ്റ്. എങ്ങനെയാണെടാ? ഏതായിരിക്കും? അതായത് റിബൺ കാരിയറിന്റെ പ്രത്യേകത എന്തെന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്. സോ എന്താണ് റിബൺ കാരിയർ? എന്താണ്? അപ്പ് ആൻഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നവരാണ് റിബൺ ആണ്, മീൻസ് റിബൺ കാരിയർ ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് എന്താ? ഫിറ്റഡ് ബിഹൈൻഡ് ദ ടൈപ്പ് ഗൈഡ് അല്ലെ, ടൈപ്പ് ഗൈഡിന്റെ പിന്നിലല്ലേ റിബൺ കാരിയർ കാണുന്നത്. സോ അതും കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ അപ്പൊ ഏത് വരും? ലെങ്ത് വൈസ് മൂവ്മെന്റ് ആണോ റിബൺ കൺട്രോൾ ചെയ്യുന്നത്? റിബൺ കാരിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അല്ലേ? അത് അല്ല. സോ അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 1 ഉം 2 ആണ്. സോ 1 ഉം 2 ഓപ്ഷൻ സി ആണ്. സി ഈസ് അവർ ആൻസർ. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ക്ലിയർ ആണോ? റിബൺ കാരിയർ അല്ലെ, റിബൺ കാരിയർ കൺട്രോൾ ചെയ്യുന്ന എന്ത്? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താ? ടൈപ്പ് ഗൈഡിന്റെ ബിഹൈൻഡ് ആയിട്ടാണ് റിബൺ കാരിയർ കാണപ്പെടുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, നോട്ട് കറക്റ്റ് അല്ല, ശരിയായിട്ടുള്ളത്. ഒന്നാമത് നോക്കിയേ. ഓൺ IGS. IGS എന്താ? ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ്. IGS ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ് ആണ്. ദെൻ ഷുഡ് ബി ടൈപ്ഡ് അറ്റ് ദ ടോപ്പ് സെന്റർ ഓഫ് ദ എൻവലപ്പ്. നമ്മൾ എൻവലപ്പിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുന്ന രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വളരെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നമ്മളൊരു എന്താ പറയുക കോളം വരച്ചത് എവിടെയൊക്കെ ടൈപ്പ് ചെയ്യുന്നു എന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ ആദ്യത്തെ നോക്കിയേ. ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ് ടോപ്പ് സെന്ററിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഓർക്കുക, ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ് ടോപ്പ് സെന്റർ. ശരിയാണോ? Then registered post should be typed at the top center of the envelope. Registered post നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യുന്നു പറയുന്നു? ടോപ്പ് സെന്ററിൽ ടൈപ്പ് ചെയ്യുന്നു പറയുന്നു. ശരിയാണോ? Then address of the sender should be typed at the bottom left side of the envelope. അല്ലെ, അതായത് എന്താണ്? ഇത് നമ്മുടെ envelope ആണെങ്കിൽ ഇവിടെയാണ് അഡ്രസ് അല്ലെ. ആരുടെ അഡ്രസ്സാ ടൈപ്പ് ചെയ്യുന്നു പറഞ്ഞേ? സെന്റർ, നമ്മൾ അയക്കുന്ന ആളല്ലേ, സെന്ററിന്റെ അഡ്രസ്സ്. നമ്മൾ റിസീവറിലെ സെന്റർ അഡ്രസ്സ് ഇവിടെയാണ് ടൈപ്പ് ചെയ്തെന്ന് പറയുന്നു. അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. നമ്മൾ എഴുതുമ്പോൾ തന്നെ ഓർക്കുക അല്ലെ, ഏതാണ് അഡ്രസ്സ്? ഇവിടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്തത് എവിടെയാണ്? ബോട്ടം ലെഫ്റ്റ് സൈഡ് ഓഫ് ദി എൻവലപ്പ് ആണെന്ന് പറയുന്നു. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്? അപ്പൊ ഇവിടെ എന്താണ്? ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ് ഇവിടെ ടോപ്പ് സെന്ററിൽ ടൈപ്പ് ചെയ്യുന്നു. ശരിയല്ലേ? അത് ശരിയാണ്. Then registered post should be typed at the ടോപ്പ് സെന്റർ എന്ന് പറയുന്നത്. രജിസ്റ്റേർഡ് പോസ്റ്റ് ടോപ്പ് സെന്റർ ആണോ എന്ന് ടോപ്പ് സെന്ററിലാണോ എന്നാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ദെൻ ലാസ്റ്റ് വൺ ഈസ് അഡ്രസ് ബോത്ത് ലെഫ്റ്റ് എന്ന് പറഞ്ഞു. ഓപ്ഷൻസ് നോക്കിയേ. 1ഉം 2ഉം ശരിയാണ്. ആദ്യത്തെ 2 ശരിയാണ്. ദെൻ ബി 2 മാത്രമാണ് ശരി. ദെൻ സി ഓൾ ഓഫ് ദ എബവ് ആർ കറക്റ്റ് ആൻഡ് ഡി 1 and 3 ആർ കറക്റ്റ്. 1ഉം 3ഉം ആണ് കറക്റ്റ്. ഇവിടെ നമ്മൾ വളരെ ആലോചിച്ച് ഉത്തരം എഴുതേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1ഉം ശരിയാണ് 3ഉം ശരിയാണ്. ഈ 2 ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രജിസ്റ്റേർഡ്, അർജന്റ്, ബൈ പോസ്റ്റ് ഒക്കെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഴുതുന്നത്. മേ ബി രജിസ്റ്റേർഡ് പോസ്റ്റ് എന്നുള്ളത് ടോപ്പ് സെന്ററിലും എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെന്താണ്? നമുക്കതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിലായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് PSC എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 1 and 3 ആർ കറക്റ്റ് എന്നാണ് എടുത്തിട്ടുള്ളത്. 1 and 3 എന്നാണ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ അപ്പൊ നമ്മൾ PSCയുടെ ആൻസറിന്റെ കൂടെ പോകുന്നു. ഓൺ ഇന്ത്യ ഗവൺമെന്റ് സർവീസ് ടോപ്പ് സെന്ററിൽ ടൈപ്പ് ചെയ്യുന്നു. അഡ്രസ് ഓഫ് ദി സെന്റർ എവിടെ ചെയ്യുന്നു? മീൻസ് ബോട്ടം ലെഫ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണ്? ഇത് ഓർക്കുക, രജിസ്റ്റേർഡ് പോസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് രജിസ്റ്റേർഡ് എന്ന് എഴുതുന്നതും രജിസ്റ്റേർഡ് ബൈ ഹാൻഡ്, അർജന്റ് ഒക്കെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് എഴുതുന്നത്. ദെൻ മേ ബി രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് സെന്ററിലും എഴുതാറുണ്ട്. പക്ഷെ ഇവിടെ എടുത്തിരിക്കുന്ന ആൻസർ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ അവിടുത്തെ ആലോചിച്ച് യുക്തിപൂർവ്വം എഴുതുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് 1 and 3 ഈസ് കറക്റ്റ് എന്നാണ് PSC എടുത്തിട്ടുള്ളത്. സോ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഷിഫ്റ്റ് സിസ്റ്റം ഇൻ എ ടൈപ്പ് റൈറ്റർ. ടൈപ്പ് റൈറ്ററിലെ ഷിഫ്റ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ്? നോക്കൂ. 1 കാരേജ് ഷിഫ്റ്റ് സിസ്റ്റം, 2 സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം,
3 യൂണിവേഴ്സൽ ഷിഫ്റ്റ് സിസ്റ്റം, 4 ഇമ്പീരിയൽ ഷിഫ്റ്റ് സിസ്റ്റം. നമ്മൾ ഓപ്ഷൻസ് നോക്കിയേ, ഈ 4 ഷിഫ്റ്റ് സിസ്റ്റംസ് ആണ് നമുക്ക് ഉള്ളത് നമുക്ക് ടൈപ്പ് റൈറ്റിംഗിലുള്ളതെന്നാണ് പറയുന്നത്. ഇതിൽ ഏതൊക്കെ ഷിഫ്റ്റ് സിസ്റ്റം നമ്മൾ ടൈപ്പ് റൈറ്റിംഗിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻസ് 1 and 2, ബി 2, 3 and 4, സി 1 ഉം 3 and ഡി 1 ഉള്ളു. ഏതൊക്കെ ഷിഫ്റ്റ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ഷിഫ്റ്റ് സിസ്റ്റം ഉണ്ടോ നമുക്ക്? ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റം നമുക്കില്ലേ? ഉണ്ട്. ദെൻ സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റം ഇല്ലേ? ഉണ്ട്. യൂണിവേഴ്സൽ ഷിഫ്റ്റ് സിസ്റ്റം ഉണ്ടോ? ഇല്ല. ദെൻ ഡി എന്ന് പറയുന്നത് ഇമ്പീരിയൽ ഷിഫ്റ്റ് സിസ്റ്റം, അതും നമുക്കില്ല. അപ്പൊ നമ്മളിവിടെ ഉത്തരം ഏതായിട്ട് വരും? ഓപ്ഷൻ എ ആണല്ലേ. 1ഉം 2ഉം ഉള്ളത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പൊ ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്? ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്യാരേജ് ഷിഫ്റ്റ് സിസ്റ്റവും ഉണ്ട്, സെഗ്മെന്റ് ഷിഫ്റ്റ് സിസ്റ്റവും നമുക്ക് അവൈലബിൾ ആണ് ഇൻ ടൈപ്പ് റൈറ്റിംഗിൽ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് പർപ്പസ് ഡു വി യൂസ് ദ ലൈൻ സ്പേസ് ഡിസെൻഗേജിംഗ് ലിവർ? എന്തിനു വേണ്ടിയാണ് ലൈൻ സ്പേസ് ഡിസെൻഗേജിംഗ് ലിവർ യൂസ് ചെയ്യുന്നത്? നോക്കിയേ, 1 പേപ്പർ റിലീസ് ചെയ്യുക, ക്ലിയർ ആണ്. 2 മാർജിൻ റിലീസ് ചെയ്യുക. 3 വേരിയബിൾ ലൈൻ സ്പേസറിന് വേണ്ടിയിട്ട്. 4 നൺ ഓഫ് ദ എബോവ്. ഏതിന് വേണ്ടിയിട്ടാണ് ലൈൻ സ്പേസ് ഡിസെൻഗേജിംഗ് ലിവർ യൂസ് ചെയ്തതാണ്? നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ 2 and 3, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 3 only ആൻഡ് ഓപ്ഷൻ ഡി 4 only. നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി അല്ലെ. വേരിയബിൾ ലൈൻ സ്പേസർ യൂസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ലൈൻ സ്പേസ് ഡിസെൻഗേജിംഗ് ലിവർ യൂസ് ചെയ്യുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ അത് വേരിയബിൾ ലൈൻ സ്പേസ് മീൻസ് ലൈൻ സ്പേസ് ഡിസെൻഗേജിംഗ് ലിവർ യൂസ് ചെയ്യുന്നത് വേരിയബിൾ ലൈൻ സ്പേസിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ചെറിയ ഫോർമുലാസ് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് പോലുള്ള കുഞ്ഞു കാര്യം മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് ലൈൻ സ്പേസ് ഡിസെൻഗേജിംഗ് ലിവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ റോക്കർ മെക്കാനിസം? നമ്മൾ നേരത്തെ ആദ്യം തുടക്കത്തിൽ വന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ അല്ലെ. അപ്പൊ റോക്കർ മെക്കാനിസം ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ അല്ലെ, ഒരേ എക്സാമിൽ തന്നെ 2 തവണ 2 രീതിക്ക് ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് പാർട്ടിന്റെ പ്രത്യേകത അതാണ്. കറക്റ്റ് ഒരു നമുക്കൊരു സെറ്റ് ഓഫ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അത്രയും നമ്മൾ തറവായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 10ന് 10 മാർക്കും നേടാനായിട്ട് പറ്റും. പക്ഷെ അവിടെ ഇപ്പൊ BSc ചോദിക്കുന്നത് നമ്മളെ കുറച്ചുകൂടി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. മുമ്പേ ആണെങ്കിൽ 1 വേർഡ് അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ സെഗ്മെന്റ് വയർ പറഞ്ഞ ഫൾക്രം വയർ പറഞ്ഞ പോലെ സെഗ്മെന്റും ടൈപ്പ് വയറും കണക്ട് ചെയ്ത് എങ്ങനെയാണ്? ഫൾക്രം വയർ. ഇതൊക്കെ സിമ്പിൾ ഷോർട്ട് ആൻസർ ആയിട്ട് MCQ ആയിട്ട് തന്നതാണ്. ഇപ്പം ആ ഭാഗം ഇത്തിരി കടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തരുന്നത്. ഇതും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തരുമ്പോൾ എന്താണ്, നമ്മളിത് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളണം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ടൈപ്പ് റൈറ്റിംഗ് ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ബേസിക്കലി മാറി കുറെ എല്ലാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ബേസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ക്ലിയർ ആണ്? നോക്കുക, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് among the following is not involved ആണ് അല്ലെ, റോക്കർ മെക്കാനിസത്തിൽ ഇൻവോൾവ് ചെയ്യാത്തത് എന്തൊക്കെയെന്നാണ്. നോക്കി, ഒന്നാമത്തെ വേറോഡ്, 2 പിനിയൻ വീല്, 3 ലൂസ് ഡോഗ്, 4 എസ്കേപ്മെന്റ് വീല്. ഇത് 4ല് റോക്കർ മെക്കാനിസത്തിൽ വരാത്ത ഭാഗം ഏതെന്നാണ് ചോദ്യം. നോക്കൂ, ഓപ്ഷൻ എ 1 only, ബി 2 and 4 only, സി 1 and 2 only ആൻഡ് ഡി 1 and 3 only. ഇതിൽ നമുക്കറിയാം അല്ലെ, നമുക്ക് എന്തറിയാടാ, ഇത് പിനിയൻ വീല് റോക്കർ മെക്കാനിസത്തിൽ വരും. ദെൻ ലൂസ് ഡോഗ് വരുന്നു, റിജിഡ് ഡോഗ് വരുന്നു. ദെൻ നമ്മൾ നേരത്തെ എസ്കേപ്മെന്റ് വീലും റോക്കർ മെക്കാനിസത്തിൽ വരുന്ന പാർട്ടാണ്. അപ്പൊ ഇതിൽ വരാത്ത പാർട്ട് ഏതാണ്? ഈ വേറോഡാണ്. എന്ത് വരാത്ത? വേറോഡ് ചാനലാണ് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ റോക്കർ മെക്കാനിസത്തിൽ വരാത്ത ഭാഗം. അപ്പൊ നമ്മളിവിടെ ഉത്തരം ഏതായിരിക്കും? 1 മാത്രമാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ only is our ആൻസർ. മാർക്ക് ചെയ്യുക. റോക്കർ മെക്കാനിസം അപ്പൊ ഏതൊക്കെ വരും? ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, എസ്കേപ്മെന്റ് വീല്, പിനിയൻ വീലും എന്തിൽ വരുന്നതാണ്? റോക്കർ മെക്കാനിസത്തിൽ വരെയാണ്. അപ്പൊ വരാത്ത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് വേറോഡാണ്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? നോക്കിയേ, റിബൺ കാരിയർ ഈസ് ഫിക്സ്ഡ് ബിഹൈൻഡ് ദ. നമ്മൾ നേരത്തെ ചോദിച്ചതിന് വേറൊരു രീതിക്ക് ക്വസ്റ്റ്യൻ മാറ്റി ചോദിച്ചേ ഉള്ളൂ. നോക്കുക, 1 കാരേജ്, 2 ടൈപ്പ് ഗൈഡ്, 3 സ്പൂള്, ദെൻ 4 നൺ ഓഫ് ദ എബവ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. റിബൺ കാരിയർ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? കാരേജിലാണോ,
ബിഹൈൻഡ് ദ ചോദിച്ചു. അപ്പൊ കാരേജിന്റെ പിന്നിലാണോ, ടൈപ്പ് ഗൈഡിന്റെ പിന്നിലാണോ, സ്പൂളിന്റെ പിന്നിലാണോ, അല്ല ഇതിനൊന്നിനും അല്ല വേറെ എന്തിനെങ്കിലും പിന്നിലാണോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻ എ 1 ഒള്ളി, ഓപ്ഷൻ ബി 2 ഒള്ളി, ഓപ്ഷൻ സി 3 ഒള്ളി ആൻഡ് ഓപ്ഷൻ ഡി 4 ഒള്ളി. അപ്പൊ ഇതിൽ ഏതായിട്ടായിരിക്കും ഇവിടെ വരുന്നത്? റിബൺ കാരിയർ എന്ന് പറയുന്നത് ഏതിന് പിന്നിലായിട്ടാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ഏതിന് പിന്നിലായിട്ടാണ്? ടൈപ്പ് ഗൈഡിന് പിന്നിലായിട്ടാണ്. ടൈപ്പ് ഗൈഡിന് പിന്നിലായിട്ടാണ് ഏത് വരുന്നത്? റിബൺ കാരിയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? 2 ഒള്ളിയാണ് അല്ലെ. ഇവിടെ നോക്കൂ, ഓപ്ഷൻ ബി, ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ടൈപ്പ് ഗൈഡിന് പിന്നിലായിട്ടാണ് റിബൺ കാരിയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണ്? ടൈപ്പ് ഗൈഡിന് പിന്നിലാണ് റിബൺ കാരിയർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓർക്കാൻ മാറിപ്പോകരുത്, പിന്നിലാണ്. എന്തിന്റെ? ടൈപ്പ് ഗൈഡിന്റെ. ടൈപ്പ് ഗൈഡിന്റെ പിന്നിലായിട്ട് മൂവ് ചെയ്യുന്ന പാർട്ടാണ് എന്ന് പറയുന്നത് റിബൺ കാരിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ഡെമി ഒഫീഷ്യലിനെ സംബന്ധിച്ച് തന്നെയാണ്. PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ലെറ്റർ ആണ് ഈ ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. സോ അതിന്റെ A to Z പാർട്സ് എല്ലാവരും പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഡെമി ഒഫീഷ്യലിൽ പോകുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ വല്ല മെമ്മോറാണ്ടോ എടുത്ത് ചോദിക്കുന്നത്. സോ അങ്ങനെയല്ല, സോ നമ്മളെല്ലാം പഠിക്കണം. എങ്കിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് ഈ ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയേ. In demi official letter, the to address is used at. ഡെമി ഒഫീഷ്യൽ ലെറ്ററിൽ ടു അഡ്രസ് എവിടെ ടൈപ്പ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു ഫോർമുല എന്താണ്? ഫ്രം, ടു, സർ, സബ്ജക്ട്, റെഫറൻസ്, ദെൻ മാറ്റർ കാണുന്നു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ, നെയിം, സിഗ്നേച്ചർ, ഡേറ്റ് ആൻഡ് ടൈപ്പ് എല്ലാം വയ്ക്കുന്നു. പക്ഷെ അതേസമയം ഡെമി ഒഫീഷ്യൽ ലെറ്റർ അല്ലേ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഹയർ അതോറിറ്റീസ് തമ്മിൽ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ഒരു ഫോർമാറ്റിക് അല്ലെ, കമ്മ്യൂണിക്കേഷൻ വേ ആണ് എന്ന് പറയുന്നത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. അത് ഹയർ ഒഫീഷ്യൽസ് തമ്മിൽ ഒഫീഷ്യൽ കാര്യങ്ങൾ അൺഒഫീഷ്യൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ആണ്. അപ്പൊ അതില് ടു അഡ്രസ് വെക്കണം. ടു അഡ്രസ് വെക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൺക്ലൂഷൻ പറഞ്ഞു അല്ലേ, വേഴ്സ് സെൻസിയർലി ആണ് കോംപ്ലിമെന്ററി ക്ലോസ് വെക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ടു അഡ്രസ് എവിടെ ടൈപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. 1 ലെഫ്റ്റ് ടോപ്പ്, 2 ലെഫ്റ്റ് ബോട്ടം, 3 റൈറ്റ് ടോപ്പ്, ദെൻ ലാസ്റ്റ് വൺ റൈറ്റ് ടോപ്പ്. അതായത് ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണിത് എങ്കിൽ ലെഫ്റ്റ് ടോപ്പ് ഇവിടെയാണോ, ലെഫ്റ്റ് ബോട്ടം ഇവിടെയാണോ, ദെൻ റൈറ്റ് ടോപ്പ്, റൈറ്റ് ബോട്ടം, ഈ 4 കോർണറിൽ ഏത് ഭാഗത്താണ്, 4 കോർണറിൽ ഏത് ഭാഗത്താണ് ടു അഡ്രസ് നോക്കുക. ടു അഡ്രസ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. ടു അഡ്രസ് ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളൊരു ഫോർമൽ ലെറ്റർ ആണെങ്കിൽ എങ്ങനെയാണ്? ഫ്രം കൊടുക്കുന്നു, ടു കൊടുക്കുന്നു, സേഴ്സ് കൊടുക്കുന്നു, സബ്ജക്ട്, റെഫറൻസ്, ദെൻ മാറ്റർ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പക്ഷെ അതേസമയം ഒരു ഡെമി ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ അത് എവിടെയെന്നാണ് ചോദ്യം. അത് എവിടെയായിട്ടാണ് ഡെമി ഒഫീഷ്യൽ അഡ്രസ് റെഫർ ചെയ്യുന്നത്? എവിടെയാണ്? നമ്മുടെ ബോട്ടം ലെഫ്റ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോട്ടം ലെഫ്റ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതിൽ ഏതാണ്? 1, 2. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ അല്ലേ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ് ഡെമി ഒഫീഷ്യൽ ലെറ്ററിൽ ടു അഡ്രസ് ടൈപ്പ് ചെയ്തത്. ഓർക്കുക, ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ് ഡെമി ഒഫീഷ്യൽ ലെറ്ററിൽ ടു അഡ്രസ് ടൈപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണ്? ബോട്ടം ലെഫ്റ്റ് ഓർക്കുക. നമ്മുടെ കോംപ്ലിമെന്ററി ക്ലോസ് എന്താണ്? യുവേഴ്സ് സിൻസിയർലി ആണ്. യുവേഴ്സ് സിൻസിയർലി കോംപ്ലിമെന്ററി ക്ലോസ് ആവുന്നു. ബോട്ടം ലെഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടു അഡ്രസ് ടൈപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലൂസ് ഡോഗ് ഹെൽപ്സ് ഇൻ. ലൂസ് ഡോഗ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റിബൺ റിവേഴ്സ് മൂവ്മെന്റ്. റിബൺ റിവേഴ്സ് മൂവ്മെന്റിനാണോ ലൂസ് ഡോഗ് ഹെൽപ്പ് ചെയ്യുന്നത്? ദെൻ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിനാണോ ഹെൽപ്പ് ചെയ്യുന്നത്? ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണോ? ദെൻ ലാസ്റ്റ് വൺ ഈസ് നൺ ഓഫ് ദ എബോവ്. 4 കാര്യങ്ങൾ തന്നു. റിബൺ റിവേഴ്സ് മൂവ്മെന്റ് തന്നു, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് തന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് തന്നു, ദെൻ ലാസ്റ്റ് വൺ ഈസ് നൺ ഓഫ് ദീസ് തന്നു. ഇതിൽ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ എ 1 and 2 ഓൺലി. അതായത് റിബൺ റിവേഴ്സ് മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണെന്ന് പറയുന്നു. ദെൻ ഓപ്ഷൻ ബി 3 ഓൺലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി 2 and 3 ഓൺലി, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണെന്ന് പറയുന്നു. നാലാമത് 4 ഓൺലി, നൺ ഓഫ് ദീസ് ആണെന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ഉത്തരം ഏതായിട്ട് വരുവടാ? ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് റിബൺ റിവേഴ്സ് മൂവ്മെന്റും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? റിബണിന്റെ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് അല്ലെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റും റിബൺ റിവേഴ്സ് മൂവ്മെന്റും വരുന്നത് റിബണുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ്. ദെൻ അപ്പൊ ഈ ലൂസ് ഡോഗ് റോക്കർ മെക്കാനിസം നമുക്ക് എവിടെയാ വരുന്നത്?
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണ് അല്ലെ. ക്യാരേജിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? ലൂസ് ഡോഗ് ആണ്. ലൂസ് ഡോഗ് റിജിഡ് ഡോഗ് ഒക്കെ റോക്കർ മെക്കാനിസത്തിന്റെ പാർട്ടാണ്. അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാര്യം ലൂസ് ഡോഗ് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ഓഫ് എ ക്യാരേജ് ആണ്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The punctuation mark used after from and to be written while typing the address in a letter. നമ്മൾ അഡ്രസ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രമും ടുവിന് ശേഷം എന്ത് പങ്ക്ച്വേഷൻ മാർക്ക് കൊടുക്കുന്നു എന്നാണ് ചോദ്യം. ഏത് പങ്ക്ച്വേഷൻ മാർക്ക് നമ്മൾ ഫ്രമിനും ടുവിനും ശേഷം, ഓർക്കുക ഫ്രമിനും ഷൂവിനും ശേഷം എന്ത് മാർക്ക് കൊടുക്കുന്നു? ഒന്ന് നോക്കിയേ, മാർക്ക് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. 2 കോമ കൊടുക്കുന്നു, 3 ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നു, 4 കൊട്ടേഷൻ കൊടുക്കുന്നു. നോക്കുക, ഫ്രം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, then to ടൈപ്പ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അതോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ്, കോമയാണോ ഫുൾ സ്റ്റോപ്പ് ആണോ ഇൻവേർട്ടഡ് മീൻസ് കൊട്ടേഷൻ ആണോ, ഇതിൽ ഏതാണ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. യൂഷ്വലി ഓർത്തു നോക്കുക, നമ്മൾ എന്തെങ്കിലും മാർക്സ് കൊടുക്കുമെന്ന്. നമ്മുടെ ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ 3 only, ഓപ്ഷൻ ബി 4 only, ഓപ്ഷൻ സി 1 only, ഓപ്ഷൻ ഡി 2 only. ഇങ്ങനെ ഓപ്ഷൻ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇത് 4 നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. നമ്മൾ ഫ്രമും ടുവും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? മാർക്കൊന്നും കൊടുക്കില്ല. നോ മാർക്കാണ്, നോ മാർക്ക്. ഇങ്ങനെ കണ്ടിട്ട് ഓപ്ഷൻ എ എന്ന് വെച്ചെടുത്ത് മാർക്ക് ചെയ്ത് കളയരുത്. നമ്മുടെ 1 മാർക്ക് പോകും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നോക്കുക, നമുക്ക് നോ മാർക്ക് വന്നിട്ടുള്ളത് എവിടെയാണ്? ഓപ്ഷൻ സിയിലാണ് അല്ലെ. ഓപ്ഷൻ സിയിലാണ് നോ മാർക്ക് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നതും ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ ആണ് അല്ലെ. കാര്യം എന്താണ്? മാർക്സ് ഒന്നും തന്നെ നമ്മൾ ഫ്രമിനും ടുവിന് ശേഷം കൊടുക്കില്ല. ഒരു അഡ്രസ് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ഫ്രം ആൻഡ് ടു, ആഫ്റ്റർ ഫ്രം ആൻഡ് ടു നമ്മൾ എന്ത് ചെയ്യില്ല? മാർക്ക് കൊടുക്കില്ല. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജർക്കി മൂവ്മെന്റ് ഓഫ് ദ ക്യാരേജ് ഡ്യൂ ടു. ക്യാരേജിന്റെ ജർക്കി മൂവ്മെന്റിന് കാരണം എന്ത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എക്സസ് ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിംഗ്. മെയിൻ സ്പ്രിംഗിന്റെ ടെൻഷൻ കൂടുമ്പോൾ ജർക്കി മൂവ്മെന്റ് ഉണ്ടാകുന്നു. ദെൻ ഡാമേജ് ഓഫ് ഡോഗ്സ് ഇൻ ദ ഡോഗ് ബ്ലോക്ക്. ഡോഗ് ബ്ലോക്കിലെ ഡോഗ്സിന് ഡാമേജ് സംഭവിച്ചാൽ ജർക്കി മൂവ്മെന്റ് ഉണ്ടാവുന്നു. ദെൻ ഡാമേജ് ഓഫ് ദ ടൂത്ത് ഓഫ് ദ എസ്കേപ്മെന്റ് വീൽ അല്ലെങ്കിൽ പിനിയൻ വീൽ. എസ്കേപ്മെന്റ് വീലിന്റെയോ പിനിയൻ വീലിന്റെയോ ടൂത്തിന് അല്ലെ, അതിന്റെ പല്ലുകൾക്ക് തേയ്മാനമോ ക്ഷതമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജർക്കി മൂവ്മെന്റ് ഉണ്ടാകുന്നു. ലാസ്റ്റ് വൺ ഈസ് ഏതാണിടാ? അക്യൂമുലേഷൻ ഓഫ് ഡേർട്ട് ആൻഡ് കാരേജ് റാക്ക്. അക്യൂമുലേഷൻ ഓഫ് ഡേർട്ട് ആൻഡ് കാരേജ് റാക്ക്. അതായത് ഇതിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ 1, 2 and 3, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 2 and 3 ആൻഡ് ഓപ്ഷൻ ഡി 1 and 4. ഇതിൽ ജർക്കി മൂവ്മെന്റിന് കാരണമാകുന്ന പ്രോസസ്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മളെ ഒന്നാമത്തത് ക്യാരേജിന് ടെൻഷൻ കൂടും. മെയിൻ സ്പ്രിംഗിന് ടെൻഷൻ കൂടുമ്പോൾ ജർക്കി മൂവ്മെന്റ് ഉണ്ടാവും. നമ്മൾ റോക്കർ മെക്കാനിസത്തിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. മീൻസ് സ്ലഗിഷ് മൂവ്മെന്റും ജർക്കി മൂവ്മെന്റും പഠിക്കുന്നുണ്ട്. എക്സസ് ടെൻഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ജർക്കി മൂവ്മെന്റ് ഉണ്ടാവും. ലോ ടെൻഷൻ ആകുമ്പോഴോ സ്ലഗിഷ് മൂവ്മെന്റ് ഉണ്ടാവും. ദെൻ ഡാമേജ് ഓഫ് ഡോഗ്സ് ഇൻ ഡോഗ് ബ്ലോക്കിലെ ഡോഗ്സ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ജർക്കി മൂവ്മെന്റ് ഉണ്ടാവത്തില്ലേ? ദെൻ തേർഡ്, ദ ഡാമേജ് ഓഫ് ടൂത്ത് ഓഫ് എസ്കേപ്മെന്റ് ഓർ പിനിയൻ വീൽ. പിനിയൻ വീൽ അല്ലെങ്കിൽ എസ്കേപ്മെന്റ് വീലിനകത്ത് അതിന്റെ ടൂത്ത് ഡാമേജ് ആകുന്ന സമയത്ത് ജർക്കി മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓർക്കുക, നമ്മൾ പറയാം ക്യാരേജ് റാക്ക് ട്രാവൽ ഓൺ എസ്കേപ്മെന്റ് ആൻഡ് വീൽ ആൻഡ് പിനിയൻ വീലാണ്. അപ്പൊ ഇതിന്റെ ഒരു ടൂത്ത് മീൻസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൂത്തിലേക്ക് പെട്ടെന്ന് അത് ചാടി പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താവും? അതും ജർക്കി മൂവ്മെന്റിന് കാരണമാകുന്നു. Then accumulation of dirt on the carriage rack. Carriage rackൽ ഡേർട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാമോ? ജർക്കി മൂവ്മെന്റ് ആവുക? ഇല്ല, അതെന്താവും? സ്ലഗിഷ് മൂവ്മെന്റ് ആയിട്ട് മാറും. സോ നമ്മുടെ ഉത്തരം ഏതാണടാ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 and 3 ആണ്. 1, 2, 3 ആണ്. 1, 2, 3 മൂന്നും എന്തിന് കാരണമാണ്? ജർക്കി മൂവ്മെന്റിന് കാരണമാണ്. ക്ലിയർ ആണോ? ജർക്കി മൂവ്മെന്റിന് കാരണം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എക്സസ് ടെൻഷൻ ഓഫ് ക്യാരേജ് അല്ലെ. മെയിൻ സ്പ്രിംഗിന് ടെൻഷൻ കൂടുമ്പോൾ ജർക്കി മൂവ്മെന്റ് ഉണ്ടാവുന്നു. ഡോഗ് ബ്ലോക്കിന് എന്തെങ്കിലും ഡാമേജ് ഡോഗ് ബ്ലോക്കിന് ഡാമേജ് സംഭവിച്ചാൽ എന്ത് ചെയ്യാം? ജർക്കി മൂവ്മെന്റ് ഉണ്ടാകാം. ദെൻ എസ്കേപ്മെന്റ് വീൽ അല്ലെങ്കിൽ പിനിയൻ വീലിന്റെ ടൂത്ത് ഡാമേജ് സംഭവിച്ചാലും ജർക്കി മൂവ്മെന്റ് ഉണ്ടാകാം. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിബൺ മൂവ്മെന്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത്. റിബൺ മൂവ്മെന്റ് അസോസിയേറ്റ് ചെയ്യാത്തത് എന്തെന്നാണ് ചോദ്യം. നോക്കിയേ, റിബൺ ത്രോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. 2, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ്. 3,
റിബൺ റിവേഴ്സ് മൂവ്മെന്റ്, 4 ലെങ്ത് വൈസ് മൂവ്മെന്റ്. ഇതിൽ നോക്കൂ ഓപ്ഷൻസ് നോക്കിയേ 1, 2 and 3, B 1 and 3, C 1 and 2 and D 2 only. നോട്ട് അസോസിയേറ്റഡ് വിത്ത്. ഇവിടെ ശ്രദ്ധിക്കുക, നോട്ട് അസോസിയേറ്റഡ് ആണ്. റിബൺ ത്രോ റിബൺ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ആണ്. അപ്പൊ അതാണ്. ദെൻ റിബൺ റിവേഴ്സ് മൂവ്മെന്റ് ബന്ധപ്പെട്ടതല്ലേ? ആണ്. ദെൻ ലെങ്ത് വൈസ് മൂവ്മെന്റ് റിബൺ അല്ലേടാ. ലെങ്ത് വൈസ് മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എന്തിനു വരുന്നു? റിബൺ ആയിട്ട് ബന്ധപ്പെട്ട്, റിബൺ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ ബന്ധമില്ലാത്തത് ഏതാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് ആണല്ലേ. അത് കാരേജുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ റിബൺ ത്രോയും റിബൺ റിവേഴ്സ് മൂവ്മെന്റും ദെൻ ലെങ്ത് വൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നതും റിബൺ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കാരേജുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിട്ട് വരും? 2 ആണല്ലേ. 2 only ആണ് നമ്മുടെ ആൻസർ അല്ലെ. നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആവുമ്പോഴത്തേക്കും 2 only ആണ്. ദെൻ നോക്കി ഇവിടെ ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following parts should not be oiled? Which among the following parts should not be oiled? എണ്ണ അല്ലെങ്കിൽ ഓയിൽ ചെയ്യാത്ത ഭാഗം ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എസ്കേപ്മെന്റ് വീൽ, പിനിയൻ വീൽ, ടൈപ്പ് സെഗ്മെന്റ്, റിബൺ ഗിയർ. ഇതില് ഓയിൽ ചെയ്യാത്ത പാർട്സ് ഏതൊക്കെ? എസ്കേപ്മെന്റ് വീല്, പിനിയൻ വീൽ, ടൈപ്പ് സെഗ്മെന്റ് ആൻഡ് റിബൺ ഗിയർ. ഈ 4ലും നമ്മൾ ഓയിൽ യൂസ് ചെയ്തല്ലേ അതിന്റെ സംരക്ഷണത്തിന്, ടൈപ്പ് റൈറ്ററിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ യൂസ് ചെയ്യാത്ത ഭാഗം ഏതെന്നാണ് ഈ ക്വസ്റ്റ്യൻ ക്ലീനിങ് ഓഫ് എ ടൈപ്പ് റൈറ്ററിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം നോക്കൂ. ഓപ്ഷൻ എ 2 only, ഓപ്ഷൻ ബി 1, 2 and 3 only, ഓപ്ഷൻ സി 3 only, ഓപ്ഷൻ ഡി 1 and 2 only. നമ്മൾ ഇതിൽ എസ്കേപ്മെന്റ് വീലും പിനിയൻ വീലും നമ്മൾ മൂവ്മെന്റ് ഭാഗങ്ങളല്ലേ. അപ്പൊ അതിലെന്താണ്? ഓയിൽ ചെയ്താലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മൂവ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് വേണം. ദെൻ റിബൺ ഗിയറിൽ നമുക്ക് അത് കറങ്ങുന്ന ഭാഗമല്ലേ. അപ്പൊ അത് ഓയിൽ ചെയ്താൽ അതിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതേസമയം ടൈപ്പ് സെഗ്മെന്റിന് ഓയിലിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഓയിൽ ചെയ്യാത്ത പാർട്ട് എന്ന് ചോദിച്ചാൽ അത് ടൈപ്പ് സെഗ്മെന്റ് ആണ്. സോ നമ്മുടെ ഉത്തരം ഏതായിട്ട് വരും? ഓപ്ഷൻ സി 3 only is our ആൻസർ. ഓപ്ഷൻ സി 3 only is our ആൻസർ. അത് ക്ലിയർ ആണ്. ടൈപ്പ് റൈറ്റിംഗിൽ ഇപ്പോൾ അല്ലെങ്കിൽ എസ്കേപ്മെന്റ് വീൽ, പിനിയൻ വീൽ, റിബൺ ഗിയർ ഇത് മൂന്നും നമ്മൾ ഓയിൽ ചെയ്യുന്ന ഭാഗമാണ്. എന്തിനാണ്? ടൈപ്പ് റൈറ്റിംഗിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ് ഓഫ് ദ ടൈപ്പ് റൈറ്റർ അല്ലെങ്കിൽ ക്ലീനിങ് ആൻഡ് ഓയിലിംഗ് പാർട്ടിൽ പഠിക്കുന്നതാണ്. ഈ 3 ഭാഗവും നമ്മൾ എന്ത് ഗിയർ അല്ലെങ്കിൽ മൂവ്മെന്റ് ഭാഗങ്ങളൊക്കെ ഓയിൽ ചെയ്താൽ അതിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ് നടക്കുകയുള്ളൂ. എന്നാൽ അതേസമയം ടൈപ്പ് സെഗ്മെന്റിന് ഓയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണ്? ഇന്നത്തെ സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ കുറച്ച് POQ സെക്ഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വീണ്ടും കാണാം.